പള്ളിയിൽ ഇത്തിക്കാഫിരുന്നതും എല്ലാം അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് വലിയൊരു അമലായി നീ സ്വീകരിക്കണേ റഹ്മാന്. ഈ മജ്ലിസിൻ്റെ മുന്തിയ മിസ്ലു സവാബ് ഈ ഹദറത്തിൽ വിശ്രമിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സയ്യിദ് ഹംസക്കോയ തങ്ങളുപ്പാപ്പയുടെ ഹദറത്തിലേക്ക് നീ എത്തിക്കണേ റഹ്മാന്. അവരുടെ ദറജ നീ വർദ്ധിപ്പിക്കണേ അല്ലാഹ്. അവരുടെ പൊരുത്തവും അവരുടെ മദതും അവരുടെ സഹായവും ദുനിയാവിലും നാളെ ആഖിറത്തിലും ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ ശഅബാനിലെ പുണ്യമേറിയ ദിവസങ്ങളിലും സമയങ്ങളിലുമാണ് നമ്മളുള്ളത്. മറ്റന്നാൾ 25-ാം തീയതി ശഅബാൻ 15-ൻ്റെ രാവ് വരികയാണ്. 26-നാണ് നോമ്പ്. സ്വാഭാവികമായും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വർഷത്തേക്കുള്ള കണക്കെടുപ്പുകൾ നടത്തുന്ന രാവും സമയവുമാണ്. നമ്മളെല്ലാവരും അതിന് ഒരുങ്ങേണ്ടതുണ്ട്. ശഅബാൻ 15-ൻ്റെ രാവിൽ നമ്മൾ സാധാരണ യാസീൻ ഓതുന്നത് പോലെ അത് അസറിന് ശേഷമാണോ മഗ്രിബിന് ശേഷമാണോ എന്നൊക്കെ ചെറിയ ചർച്ചകളൊക്കെ ഉണ്ട്. ഏതായിരുന്നാലും നമ്മുടെ ഉസ്താദുമാരൊക്കെയും ആ വിഷയങ്ങളിൽ പറയാറുള്ളത് രണ്ടും പരിഗണിക്കപ്പെടേണ്ട സമയം തന്നെയാണ്. ഒന്നാമതായി അള്ളാഹുവിൻ്റെ മലക്കുകൾ ഭൂമിലോകത്തേക്ക് ഇറങ്ങുന്ന സമയമാണ് ഈ അസറിൻ്റെ സമയം. ആ അസറിന് ഇറങ്ങിയ മലക്കുകൾ പിന്നീട് ആകാശത്തേക്ക് തിരിച്ചു പോവുക അതേ അസറിൻ്റെ സമയത്ത് തന്നെയാണ്. അപ്പോൾ രണ്ട് മലക്കുകളുടെയും സാന്നിധ്യമുള്ള സമയമാണ് അസറിൻ്റെ സമയം. അഥവാ ആകാശലോകത്ത് നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്ന മലക്കുകളും അതേ സമയത്ത് ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് തിരിച്ചു പോകുന്ന മലക്കുകളും, രണ്ട് മലക്കുകളുടെയും സാന്നിധ്യമുള്ള സമയമാണ് അസറിൻ്റെ സമയം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ നിസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ മധ്യത്തിലുള്ള നിസ്കാരം, സ്വലാത്തുൽ വുസ്ത, മധ്യത്തിലുള്ള നിസ്കാരത്തെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണമെന്ന് അള്ളാഹു പറയാനുള്ള കാരണം. മധ്യത്തിലുള്ള നിസ്കാരം ഏതാണ്? സുബഹിൻ്റെയും ളുഹറിൻ്റെയും മഗ്രിബിൻ്റെയും ഇശായിൻ്റെയും ഇടയിലുള്ള നിസ്കാരമാണ് അസ്ർ നിസ്കാരം. മനുഷ്യനൊരു പക്ഷേ ഉറക്കുകൊണ്ടോ മറ്റോ കൂടുതൽ ക്ഷീണിതരാകുന്ന അല്ലെങ്കിൽ ഒരുപക്ഷെ അലസതയായി പോകുന്നൊരു സമയമാണ്. ആ സമയത്ത് നിസ്കാരം കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് അള്ളാഹുവിൻ്റെ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുമാത്രമല്ല, ആ സമയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് മലക്കുകളുടെയും സാന്നിധ്യം. അഥവാ ആകാശലോകത്തുനിന്ന് ഇറങ്ങി വരുന്ന മലക്കുകളും ആകാശത്തുനിന്ന് ഇറങ്ങി വന്ന മലക്കുകൾ തിരിച്ചു പോകുന്ന മലക്ക്, രണ്ട് മലക്കുകളുടെയും സാന്നിധ്യമുള്ള സമയമാണ് അസ്റിൻ്റെ സമയം. അതുകൊണ്ട് ആ സമയത്തെയും പരിഗണിച്ചുകൊണ്ട് ആ സമയത്തും 3 യാസീൻ ഓതുന്നവരുണ്ട്. മഗ്രിബിന് ശേഷം ഏതായാലും രാവാണല്ലോ പറഞ്ഞത്, ബറാഅത്തിൻ്റെ രാവ്. ആ രാവ് ആരംഭിക്കുന്നത് മഗ്രിബിന് ശേഷമാണെന്നുള്ള നിലക്ക് മഗ്രിബിന് ശേഷം അങ്ങനെ രണ്ട് സമയത്തും 3 യാസീൻ ഓതുന്ന ഒരുപാട് മഹാന്മാരെയും ഉസ്താദുമാരെയും കണ്ടിട്ടുണ്ട്. ഏതായിരുന്നാലും ആ സമയങ്ങളൊക്കെയും പരിഗണിക്കപ്പെടേണ്ട സമയമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കപ്പെടുന്ന സമയമാണ്. ആ സമയത്തെ എല്ലാവരും പരിഗണിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളൊക്കെ അതിനുള്ള ഒരുക്കങ്ങളാണ്. നമ്മുടെ വീടുകളൊക്കെ നല്ല വൃത്തിയാവണം. കല്യാണത്തിന് വേണ്ടി, സൽക്കാരങ്ങൾക്ക് വേണ്ടി, പല പരിപാടികൾക്ക് വേണ്ടി നമ്മൾ ഒരുങ്ങാറുണ്ട്. അപ്പോൾ നമ്മുടെ പള്ളികളും നമ്മുടെ വീടുകളും എല്ലാം ഒന്ന് നന്നായി ഒരുങ്ങാനുള്ള ഒരവസ്ഥയിലേക്ക് നമ്മൾ കാര്യങ്ങൾ നീക്കണം. ശഅബാൻ 15-ന് മുമ്പായി എല്ലാ നിലക്കുള്ള ഒരുക്കങ്ങൾ. പിന്നീട് 15 ദിവസങ്ങൾ റമദാനിന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. റമദാനിന് വേണ്ടിയുള്ള സാധനങ്ങൾ, പെരുന്നാൾക്കുള്ള ഡ്രസ്സൊക്കെ നേരത്തെ എടുത്ത് വെക്കുക. നോമ്പിനെ നമ്മൾ കുറ്റിയടിക്കാറില്ല, നോമ്പിനെ വീട് കൂടാറില്ല, നോമ്പിന് മറ്റ് കല്യാണങ്ങൾ നടക്കാറില്ല. എന്താണെന്ന് പറ്റാത്ത മാസമായതുകൊണ്ടല്ല, നല്ല മാസം തന്നെ നേഴ്സ് കല്യാണം നടത്താൻ നേഴ്സ് ഉള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ വീട് കൂടാൻ എന്തെങ്കിലും നേഴ്സ് ആ മാസത്തിലുള്ളത് കൊണ്ടല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി നടത്താൻ, ഉദ്ഘാടനം നടത്താൻ, കുറ്റിയടിക്കാൻ മോശമുള്ളത് കൊണ്ടല്ല. എല്ലാത്തിനും പറ്റിയ മാസമാണ്. പക്ഷേ അതിനേക്കാളേറെ റമദാൻ പരിഗണിക്കേണ്ടത് ഇബാദത്തിൻ്റെ മാസമാണ്. അള്ളാഹുവിന് കൂടുതൽ ഇബാദത്ത് ചെയ്യേണ്ട മാസമാണ്.
ദിക്റായിട്ടും സ്വലാത്തായിട്ടും ഖുർആനായിട്ടും നോമ്പായിട്ടും ആ ഒരു മാസം പൂർണ്ണമായി ഇബാദത്തിന് മാറ്റിവെക്കേണ്ട ദിവസമാണ്. അതുപോലെയാണ് മുഹറം 1 മുതൽ 10 വരെ നമ്മൾ ഒരുപക്ഷെ കല്യാണം വെക്കാറില്ല, കുറ്റിയടിക്കാറില്ല, അങ്ങനെയൊക്കെയല്ലേ തങ്ങളല്ലേ? ഞങ്ങളപ്പോൾ അങ്ങനല്ലേ? മുഹറം 1 മുതൽ 10 വരെ നമ്മൾ കുറ്റിയടിക്കലൊന്നുമില്ലല്ലോ. മുഹറം 1 മുതൽ 10 വരെ നമ്മളെ വീടിന് കുറ്റിയടിക്കലുണ്ടാവില്ലല്ലോ. അങ്ങനത്തെ പരിപാടി നടത്താറില്ല. അത് അതിന് പറ്റാത്ത ദിവസമായ നല്ല ദിവസങ്ങളാണ്. പക്ഷേ അത് നോമ്പ് നോക്കേണ്ട ഇബാദത്തിൻ്റെ ദിവസങ്ങളാണ്. അത് പരിഗണിച്ചിട്ടാണ്. അല്ലാതെ എന്നോട് ഒരാളെ വിളിച്ചു ചോദിച്ചു, ഉസ്താദെ ഇന്നാലിൻ്റെ ദിവസമോ അതിന് പറ്റുന്ന ദിവസമാണോ പറ്റാത്ത ദിവസമാണോ? അപ്പോൾ അന്നൊരു നോമ്പിൻ്റെ ദിവസമാണ്. അങ്ങനെ അങ്ങനെ ഒരു പ്രത്യേകമായിട്ട് നമ്മൾ എന്താക്കേണ്ടതില്ല. ഇബാദത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ട ദിവസങ്ങൾ അതിനു വേണ്ടി മാറ്റിവെക്കാനാണ് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് റമളാൻ പൂർണ്ണമായി ഇബാദത്തിൻ്റെ മാസമായി നമ്മൾ കണ്ട് ആ മാസം അള്ളാഹു അതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കണം. അള്ളാഹു നമുക്കെല്ലാവർക്കും ഇതിന് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാനിനെ എല്ലാ അർത്ഥത്തിലും എല്ലാ സന്തോഷത്തോടെയും ബഹുമാനത്തോടെയും സ്വീകരിക്കാനും റമളാനിൻ്റെ 30 ദിനരാത്രങ്ങളിലും അള്ളാഹു നമുക്ക് നോമ്പെടുക്കാനും ഖുർആനോദാനും ദിക്ർ ചൊല്ലാനും നന്മയാർന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പെട്ടെന്ന് മരിക്കുകയാണ്. പെട്ടെന്നുള്ള മരണങ്ങൾ ധാരാളം. ഞാൻ മിനിഞ്ഞാന്ന് കല്ലാച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വീട്ടിൽ ചെന്നു. അവിടെയുള്ള 27 വയസ്സുള്ള ഒരു സഹോദരി, 2 ചെറിയ മക്കളുണ്ട്. ആ മക്കൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്ന് ഞാൻ ചോദിച്ചു, ഉമ്മ എവിടെ എന്ന് ചോദിച്ചതാണ്. നമുക്ക് അറിയോ ഇല്ലേ? അപ്പോൾ 7 വയസ്സായ കുട്ടി പറഞ്ഞു ഉമ്മ മരിച്ചിട്ടുണ്ട്. 3 വയസ്സായ കുട്ടി പറഞ്ഞു ഉമ്മ എവിടെ പോയതാണ്, വരും എന്ന് കാത്തിരിക്കുകയാണ് ആ ചെറിയ മോള്. പെട്ടെന്ന് 27 വയസ്സ്, ഒരു പ്രയാസമില്ല. പെട്ടെന്നൊരു നെഞ്ചുവേദന വരുന്നു. ECG എടുത്ത് നോക്കുന്നു, ഒരു കുഴപ്പമില്ല, നല്ല റാഹത്താണ്, പ്രശ്നമൊന്നുമില്ല, ചെറിയ വേദനയുണ്ട്, മാറും. പിന്നെ മരുന്ന് കൊടുക്കുന്നു. പക്ഷേ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോകുന്നു, അവിടെ നിന്ന് കുഴഞ്ഞ് വീണ് മരിക്കും. ഇങ്ങനെ എത്രയോ ആളുകൾ നമ്മളെ ഉപ്പിനങ്ങാടി കർവയിൽ സാദാത്ത് തങ്ങളെടുത്ത ദിവസം ആക്സിഡൻറ്റിൽ മരണപ്പെട്ടു പോയി. അള്ളാഹുവെ തങ്ങളെ ഖബർ നീ സ്വർഗത്തിൻ്റെ വീടാക്കണേ അല്ലാഹ്. എല്ലാ സന്തോഷങ്ങളും ആ ഖബറിൽ നീ നൽകണേ റഹ്മാനെ. ഈ മജ്ലിസിൽ വെച്ച് ഞങ്ങൾ ഓതിയ ഖുർആനും ദിക്റും സ്വലാത്തും എല്ലാം അള്ളാഹുവെ ആ തങ്ങളുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. അതോടൊപ്പം തങ്ങളുടെ പെങ്ങളെ മകളാണ് ഫാത്തിമത്ത് ഹഫീസ എന്ന് പറയുന്ന 16 വയസ്സുള്ള മോള്. യാതൊരു പ്രയാസവും എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കരിക്കുന്ന മോളാണ്. ഉമ്മ വിളിക്കുകയാണ്, മോളെ എല്ലാ ദിവസവും വിളിക്കുന്ന മോള് അന്ന് എഴുന്നേൽക്കാതായപ്പോൾ ഇന്നെന്താ മോളെ നമ്മളെ വിളിക്കാത്തത് എന്ന് വിചാരിച്ചിട്ട് മകളെ വിളിക്കാൻ വേണ്ടി പോയതാണ്. 5 മണിക്ക് സമയത്ത് മോളെ വിളിക്കുമ്പോൾ മകൾ എഴുന്നേൽക്കുന്നില്ല. എന്നേക്കുമായി അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് യാത്ര പോയിട്ടുണ്ട്. അങ്ങനെ ചെറിയ പ്രായവും വലിയ പ്രായവും ഇപ്പം മരണത്തിലില്ല. എല്ലാവരും അള്ളാഹിൻ്റെ അടുക്കലേക്ക് പോകേണ്ടവരാണ്. അതുകൊണ്ട് വരുന്ന ദിവസങ്ങളും ദിനരാത്രങ്ങളും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വിലപ്പെട്ട സമയങ്ങളാണ്, സന്ദർഭങ്ങളാണ്. അതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ വിഷയങ്ങളും അള്ളാഹു ഏറ്റെടുത്ത് വിജയിപ്പിച്ച് തരുമാറാവട്ടെ.